ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. ഏലക്കാടിൻ സുഗന്ധം, തേയില തളിർക്കും വസന്തം, അരുവികൾ പാടുന്നു ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നതെങ്ങനെ? സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സാഹിത്യവേള ശ്രീ അനീഷ് NS എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥകളോടെയാണ് ആരംഭിക്കുന്നത്. ആദ്യ കഥ സ്വപ്നഹത്യ. പായൽ പിടിച്ച കൽപ്പടകളിൽ ഇരിക്കുമ്പോൾ അവൾ ചിന്തിച്ചത് തണുത്ത രാവിന്റെ മൗനത്തിനൊപ്പം എന്തോ ചിലത് ഒഴുക്കിക്കളയണമെന്നായിരുന്നു. ഇരുളിൽ കളകളാരവത്തോടെ ഒഴുകിപ്പോകുന്ന ചിന്തകളിൽ കാൽവച്ച് കാണാനാവാത്ത പടിഞ്ഞാറു ദിക്കിലേക്ക് കണ്ണുനട്ട് മനസ്സിന്റെ വാതിൽ തുറന്നുവച്ച് അവൾ ഇരുന്നു. മഴച്ചാറ്റൽ തുടങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ തണുപ്പിന്റെ സ്ഫോടനങ്ങൾ തീർത്ത് മഴ. പ്രണയത്തിന്റെ അതിതീവ്രമായ കണ്ണേറുകളിൽ അലിഞ്ഞില്ലാതായ നിമിഷങ്ങളിൽ അവളും അവനും പൂവും പൂങ്കാറ്റുമായി സല്ലപിച്ചിരുന്നു. അനുരാഗ നൗക ഓളപ്പരപ്പിൽ ആടിയുലഞ്ഞ നിമിഷങ്ങൾ ഇരുവരും അറിഞ്ഞിരുന്നില്ല. കാറ്റും ഇടിയും മിന്നലും പേമാരിയും പോലെ ജീവിതം മാറിമറിയാറുണ്ടെന്ന്. ഇപ്പോഴൊടുവിൽ ഈ കൽപ്പടവിൽ ഒറ്റയ്ക്ക് മനസ്സ് തുറന്നിട്ട് മഴ കൊള്ളുകയാണ്. എല്ലാം ഒഴുകിപ്പോകട്ടെ എന്ന് നനച്ച്. അച്ചു, നീ വരുന്നോ? നമുക്ക് ഒരു സിനിമയ്ക്ക് പോയാലോ? നീ പോയാ മതി, ഞാനില്ല നിന്റെ കൂടെ. വന്നാലേ നിനക്ക് വേണ്ടാത്തതൊക്കെ തോന്നും. എനിക്ക് വയ്യ അതിനൊന്നും. അതിന് ഞാനല്ലേടി പോത്തേ. പിന്നെന്താ, നീ വാ. നീ എനിക്കല്ലേ, എനിക്കുള്ളതല്ലേ, എൻ്റേതല്ലേ അല്ലേ? വിളികൾ കൂടുതൽ പ്രണയാതുരമായപ്പോൾ അവൾക്ക് നിയന്ത്രണം നഷ്ടമായി. നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? നിർത്തിക്കേ. ഞാനില്ല, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അവിടെ ഇരിക്കടി. അവൻ കാറിൻ്റെ വേഗം കൂട്ടി. അവൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു, ദേഷ്യപ്പെട്ടു, കരഞ്ഞു. പക്ഷേ അവനത് തികഞ്ഞ ലാഘവത്തോടെ കാറിൽ മുഴങ്ങുന്ന ഏതോ ഗാനത്തിൽ കൂട്ടിക്കുഴച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇരുണ്ട മുറിക്കുള്ളിലെ പതുപതുത്ത കിടക്കയിൽ ഏതോ ചുഴലിക്കൊടുങ്കാറ്റ് വീശിയടിച്ചു. പിന്നെ അത് എങ്ങോട്ടോ വഴിമാറി നീങ്ങി. കനമുള്ള മയക്കത്തിൽ നിന്ന് അവൾ ഉണരുമ്പോൾ ഇരുളിൻ്റെ നിശ്വാസം മാത്രം, പിന്നെ സിഗരറ്റ് കത്തിയ മണവും. അവൾക്ക് അലറിക്കരയാൻ തോന്നി. എഴുന്നേൽക്ക്, നമുക്ക് പോകണ്ടേ? എടാ ദ്രോഹി, എന്താ ഇതൊക്കെ? എന്നെ നീ... ഒരു വിതുമ്പൽ തൊണ്ടയിൽ കുടുങ്ങി. നാളുകൾ കടന്നുപോയി. അവൾ ഇടയ്ക്ക് തടിയലമാരയിലെ കണ്ണാടിയിൽ തൻ്റെ പ്രതിരൂപത്തെ നോക്കും. കണ്ണാടിയിലെ രൂപത്തിന് കണ്ണു നിറയുന്നത് അവൾ കാണാറുണ്ട്. അത് ഒപ്പിയെടുക്കണമെന്ന് തോന്നാറുണ്ട്. കൈകൾ ഇടയ്ക്കിടെ മിഴിയിണകളിലേക്കും കവിൾത്തടങ്ങളിലേക്കും നീളും. പക്ഷേ വിരലുകൾ എവിടെയോ തങ്ങി നിൽക്കാറാണ് പതിവ്. എടി, നീ വല്ലതും അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? നീ ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് നടന്നോ? അവനെ വേറൊരുത്തിയെ കെട്ടാൻ പോകുക. വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു സംസാരമുണ്ട്. നെഞ്ചിനുള്ളിൽ എന്തോ ചിലത് വീണുടഞ്ഞതുപോലെ, എന്തോ ചിലത് ഹൃദയത്തെ കീറിമുറിക്കുന്നത് പോലെ. പിന്തിരിഞ്ഞോടി വന്ന് ഹോസ്റ്റൽ മുറിയിലെ ബെഡിലേക്ക് കമിഴ്ന്നു വീഴുമ്പോൾ ചുറ്റും ഇരുട്ടായിരുന്നു. കറുകറുത്ത ഇരുട്ട്. കൊല്ലണം, കൊല്ലണം അവനെ. പിറുപിറുത്തുകൊണ്ട് കേശഭാരത്തിനുള്ളിലൂടെ വിരലുകൾ കൊണ്ടൊഴിഞ്ഞു. പക്ഷേ എങ്ങനെ? അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമായി നിലകൊണ്ടു. ദിവസങ്ങൾ പിന്നെയും പിന്നെയും ജാലകങ്ങൾ തുറന്നിടുകയും അടക്കുകയും ചെയ്യും പോലെ പിന്നിലേക്ക് മറിഞ്ഞു വീണുകൊണ്ടിരുന്നു. ചെറിയ വാനിറ്റി ബാഗും കയ്യിൽ പിടിച്ച് അവൻ്റെ വീടിൻ്റെ പടി കയറാനൊരുങ്ങുമ്പോൾ അവൾ ചുറ്റിലും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ? ഇരുളിന് മറപിടിച്ച് കറുത്ത ജീൻസും ടീഷർട്ടുമിട്ട് കറുത്ത ബാഗും കയ്യിൽ പിടിച്ച് അവൾ ഒരിക്കൽ കൂടി ചുറ്റിലും നോക്കി. ഇല്ല, ആരുമില്ല. ഇരുട്ടും താനുമല്ലാതെ മറ്റാരുമില്ല. പടികൾ കയറി അവൾ കറുത്ത കല്ലുകൾ വിരിച്ച ഓടിട്ട മുറ്റത്തേക്ക് കാലുകൾ വച്ചു. വലതുവശത്തെ മുറിയിൽ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. മുറ്റത്ത് പ്രകാശം നന്നേ കുറവായിരുന്നു. വീടിൻ്റെ മുൻവശത്തെ വെളിച്ചം ഏതോ വൃക്ഷത്തിൻ്റെ ചില്ലകൾ മറച്ചിരുന്നു. രാവും തൻ്റെ നിശ്വാസവും മാത്രം അവൾ തിരിച്ചറിഞ്ഞു. വീടിൻ്റെ തിണ്ണയിലേക്ക് 4 അടി ദൂരവും പിന്നിട്ട് അവൾ പ്രവേശിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ കൊല്ലണമെന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അവളിലുണ്ടായിരുന്നത്. 3-4 ജോഡി ചെരുപ്പുകൾ വാതിലിന് മുൻപിൽ അച്ചടക്കത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് കിടപ്പുണ്ടായിരുന്നു. അവൾ വാതിലിൽ പതിയെ തള്ളി നോക്കി. അത് ഉള്ളിൽ നിന്നും ബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. മനസ്സ് മടുപ്പിക്കുന്ന മദ്യത്തിൻ്റെ ഗന്ധം.
അടുത്ത മുറിയിൽ നിന്നും ചാരിവെച്ച വാതിൽ പഴുതിൽ കൂടി എത്തി നോക്കുന്ന വെളിച്ചത്തിൽ തറയിൽ ചിതറിക്കിടക്കുന്ന സിഗരറ്റ് പാക്കറ്റുകളും മദ്യക്കുപ്പികളും കാണാമായിരുന്നു. വലതുവശത്തുള്ള മുറി അവൾക്ക് പണ്ടേ പരിചിതമായിരുന്നു. ഇരുളിൻ്റെ നിശ്വാസത്തിൽ അവളുടെ ഉടഞ്ഞുപോയ തേങ്ങൽ ചീളുകൾ കിടപ്പുണ്ടെന്ന് തോന്നി. അവൾ വലതുവശത്തെ മുറിയിലേക്ക് പതിയെ നടന്നു. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വാതിലിൽ പതിയെ അവൾ അകത്തേക്ക് തള്ളി. സാവധാനം അത് തുറന്നു. ഉള്ളിൽ 0 വാട്ടിൻ്റെ ബൾബ് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അകത്തെ വലതുവശം ഭിത്തിയോട് ചേർന്ന് ബെഡിൽ ഒരു രൂപം കിടപ്പുണ്ടായിരുന്നു. ഒരു നിമിഷം അവൾ സാകുതം അവനെ നോക്കി നിന്നു. ബലിഷ്ഠമായ ശരീരം, തൻ്റെ യൗവനത്തിൻ്റെ മുനയൊടിച്ച ദ്രോഹി. അവൾ മനസ്സിൽ ചീറി. തൻ്റെ തോളിൽ കിടന്ന ബാഗിൽ എന്തോ അനങ്ങുന്നത് അവൾ അറിഞ്ഞു. അവൾ ഒരു നിമിഷം നിർനിമേഷയായി നിലകൊണ്ടു. ഹൃദയത്തിനകത്ത് ചോര കിനിയുന്നത് അവൾ അറിഞ്ഞു. കാതിൽ വന്നലയ്ക്കുന്ന ആ നശിച്ച ദിനത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾ അവളെ കൂടുതൽ ക്രുദ്ധയാക്കി. അവൾ പതിയെ ബാഗ് തുറന്നു. അതിനുള്ളിൽ എന്തോ അനങ്ങുന്നുണ്ടായിരുന്നു. അവൾ വിറയാർന്ന വലതു കൈകൊണ്ട് അതിനെ പുറത്തെടുത്തു. അതൊരു വിഷപ്പാമ്പായിരുന്നു. സ്വച്ഛമായ മരണത്തിൻ്റെ നിശബ്ദമായ നാഗത്തലയിൽ വിരലുകൾ കൊണ്ട് മുറുകെ പിടിച്ച് അവൻ്റെ കാൽപാദത്തിൽ പിളർന്നിരിക്കുന്ന അതിൻ്റെ വായ മുട്ടിച്ചു. ഒരു നിമിഷം 2 വിഷപ്പല്ലുകൾ അവൻ്റെ സിരകളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒപ്പം മരണവും. അവൾ വിറയലോടെ പാമ്പിൻ്റെ തലയിൽ നിന്നും പിടിവിട്ടു. ആ വിഷസർപ്പം അവളുടെ കൈകളിൽ നിന്നൂർന്ന് മുറിയിലെ ഇരുളിലേക്ക് മറഞ്ഞു. കൽപ്പടവുകളിൽ മഴ തല്ലിയലച്ച് പെയ്യുകയായിരുന്നു. അപ്പോൾ ശിരസിലേക്ക് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ അവളുടെ നിറഞ്ഞ മിഴികളെ ആശ്വസിപ്പിച്ചു. തൊണ്ടയിൽ നിന്നും ഒരു കരച്ചിൽ മഴയ്ക്കൊപ്പം പുറത്തേക്ക് നീണ്ടു. ഇനിയും അവൾക്ക് കഴിയില്ലായിരുന്നു പിടിച്ചു നിൽക്കാൻ. അച്ചു, അച്ചു! കാറ്റിൻ്റെ നിമന്ത്രണം എവിടെ നിന്നോ അലയടിച്ചെത്തുന്നു വീണ്ടും. അച്ചു, ഇതെന്തൊരുറക്കമാ? നീയൊരു പെണ്ണല്ലേ? എണീറ്റേ. പുതപ്പ് തലയ്ക്ക് മുകളിലൂടെ വലിച്ചിട്ട് പുറംതിരിഞ്ഞ് അവൾ ഒന്നുകൂടി കിടന്നു. എടി അച്ചു, എണീക്കാൻ! ഇങ്ങോട്ട് എഴുന്നേൽക്കടി, ഇല്ലെങ്കിൽ ഞാൻ വെള്ളം എടുത്തൊഴിക്കും. എന്താ ഈ അമ്മയ്ക്ക്? പോയേ, ഞാൻ ഇത്തിരി നേരം കൂടി കിടക്കട്ടെ. എടീ! ചുമലിൽ ഒരു കരം വന്നു വീണു. അമ്മേ! അവൾ ദേഷ്യത്തോടെ ചാടി എണീറ്റു. ദേ, അവിനാശും അവൻ്റെ അമ്മയും കൂടി നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ എന്താ അവരോട് പറയുക? ഈശ്വര, ഇവൾ എണീറ്റില്ലെന്നോ? എന്നെ നാണം കെടുത്താനായിട്ട്. ദേഷ്യത്തോടെ അമ്മ മുഖം അവളെ നോക്കി. അയ്യോ അവിനാശോ! അവളുടെ ചുവന്ന മുഖം അപ്പോൾ നന്നേ സുന്ദരമായിരുന്നു. തുടർന്ന് ഏകാകി. ലോകത്തിൻ്റെ അതിവിശാലതകളിൽ പേരറിയാത്ത ഏതോ ഒരു തീരത്ത് ഞാനിരുന്നു. പടിഞ്ഞാറ് ചക്രവാളത്തിൻ്റെ തിരശീലകൾക്കു പിന്നിൽ ഏതോ നാടകാന്ത്യത്തിൻ്റെ അവസാന മിനുക്കുപണിയിലാണ് പകലവൻ. ഒന്നുറങ്ങണം. അതിനു മുൻപ് ഈ ജന്മം ഇന്നുവരെ ചുവന്നു കൊണ്ടു നടന്ന ഭാണ്ഡം അലയാഴിയിലേക്കിറങ്ങി പിന്തിരിഞ്ഞു നിന്ന് ശിരസിന് മുകളിൽ നിന്നും പിന്നിലേക്ക് തള്ളിയിടണം. ഒരു നിമഞ്ജനം, അത്ര തന്നെ. പിന്നെ കടൽ വെള്ളത്തിൽ മുങ്ങി ഉയരണം. ഈറനോടെ മണൽപ്പരപ്പിലേക്ക് നടക്കണം. ചുവന്ന വെളിച്ചം മണൽത്തരികളെ ഒന്നൊന്നായി രക്തപങ്കിലമാക്കിയിരിക്കുന്നു. ഹൃദയവും മനസ്സും അങ്ങനെയായിരിക്കണം. ജീവിതം അരങ്ങിൽ ഒറ്റയ്ക്ക് കെട്ടിയാടണം. അവിടെ അനേകായിരം കഥാപാത്രങ്ങളുടെ നിഴരൂപങ്ങളോട് കാമിച്ചും കലഹിച്ചും ഒറ്റയ്ക്ക്. അതെ, ഒറ്റയ്ക്ക്. ഞാനും എൻ്റെ ഭ്രാന്തൻ ചിന്തകളും മാത്രം. ജനിച്ചു വീണപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നുവല്ലോ. മരിച്ചു വീഴുമ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. ഞാൻ 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 അഹങ്കാരത്തിൻ്റെ മൂർത്തിപത് ഭാവമേ, അതു ഞാൻ തന്നെ ആയിരുന്നുവല്ലേ. സ്വത്വം തിരഞ്ഞു പോയവരുടെ പിന്നാലെ പോകണമോ, അതോ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് നടന്നു പോയവരുടെ കാലടിപ്പാടുകൾ തിരയണോ? അറിയില്ല. വഴിയറിയാതെ നടന്നു പോയവൻ്റെ ചിന്തകൾക്കും വഴി തെറ്റും. അതോ തെറ്റായ ചിന്തകൾ കൊണ്ടു വഴി തെറ്റിയതാണോ? അറിയുവാനൊരു മാർഗവും കാണുന്നില്ല. മനുഷ്യൻ ജഡിലതകളിൽ ജീവിതം തിരയുകയാണ്. തൃഷ്ണയുടെ അഗ്നിനാളങ്ങളിൽ വെന്തുരുകുകയാണ്. ഈ ഞാനും അങ്ങനെയായിരുന്നില്ലേ? ജീവിതമേ, ഞാൻ നിന്നിലായിരുന്നുവോ അതോ നീ എന്നിലായിരുന്നുവോ? ചിന്തകളുടെ തീക്കൂനയിൽ നിന്ന് മഴത്തുള്ളികൾ വിളിച്ചുണർത്തുമ്പോൾ കണ്ണുകളിൽ തെളിഞ്ഞത് അനേകായിരം കുടമുല്ലപ്പൂക്കളുടെ വാടികയായിരുന്നു. ഇനി ഈ മണൽപ്പരപ്പിൽ കമിഴ്ന്നു കിടന്ന ഭൂമിയുടെ ഉദരത്തിലേക്ക് ഒരു പിന്നോട്ടമെറിയാം. അവിടെ ഞാനെന്ന ഭ്രൂണം എങ്ങനെ മനുഷ്യരൂപിയായെന്ന് നോക്കാം. മണ്ണിൽ കുഴിച്ചിട്ടൊരാരെങ്കിലും പുനർജനിക്കുന്നുണ്ടോ? കാലമേ, നിന്റെ അനസ്യൂതമായ പ്രയാണത്തിൽ ജീവിക്കാൻ മറന്നുപോയിരിക്കുന്നു. എൻ്റെ ഹൃദയതന്ത്രികൾ പൊട്ടിപ്പോയിടത്ത് പുതിയതൊന്ന് കെട്ടുവാൻ കഴിയാതെ പോയിരിക്കുന്നു. ഇരവിനുമപ്പുറം പകലുണ്ടായേക്കാമെന്ന വെറും പ്രതീക്ഷയിൽ രാവുറക്കത്തിൽ രമിക്കാൻ എനിക്കാവില്ല. എൻ്റെ ചിന്തകളിൽ രാവിനപ്പുറത്തെ പകൽ വളരെ വളരെ അകലെയാണ്. ഒരു നിഴൽപ്പാടകലെ നിന്നും ഒരു വിളിപ്പാടകലത്തിലേക്ക് എന്നിൽ നിന്നും ആരൊക്കെയോ അകന്നുപോയിരിക്കുന്നു. ഒടുവിലത് ദൂരത്തിൻ്റെ അളവെടുക്കാനാവാത്ത അത്ര അകലത്തിലേക്ക് അകന്നകന്നു പോയിട്ടുണ്ടാവും. തൊണ്ട വരളുന്നുണ്ടോ? ആരോ എന്നോട് തന്നെ ചോദിക്കുന്നു. ഉണ്ടാവാം.
ജീവിതം തിളച്ചുമറിയുന്നതിൻ്റെ ചൂടിൽ നിന്നും നീരാവിയായി പോകുന്നുണ്ടാകാം. ജീവിതം എത്ര സുന്ദരമായ വാക്കാണല്ലേ. പക്ഷേ 3 അക്ഷരങ്ങളിൽ 7 ലോകവും ചാലിച്ചെടുത്തിട്ടുണ്ട് സൃഷ്ടാവ്. 7ാം സ്വർഗമന്വേഷിച്ച് പരക്കം പായുന്ന മനുഷ്യർ. പക്ഷേ മൃഗങ്ങളാവട്ടെ കൊന്നു തിന്നാൻ വരുന്ന ശത്രുവിൻ്റെ മുന്നിൽ നിന്നും ഓടിയൊളിക്കുവാൻ, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അവരുടെ 7ാം സ്വർഗം അവരുടെ പ്രാണരക്ഷ മാത്രമായിരുന്നല്ലേ. കാമത്തിൻ്റെ തിരതള്ളലിൽ നീ 1000 ഇണകളെ തിരഞ്ഞില്ലേ മനുഷ്യ? നിന്റെ കാൽച്ചുവട്ടിൽ ഇണകൾ ഇരകളായി വീണടിയുന്നതും നീ അറിയുന്നില്ലേ മനുഷ്യ? നീ തന്നെ ആയിരുന്നുവല്ലേ ഞാനിതുവരെ എന്നിൽ തിരഞ്ഞ സ്വത്വം. ഹ ഹ ഹ ഹ, ആർത്തു ചിരിക്കണമെന്നുണ്ട്. നീ എന്ന എന്നോട് എനിക്കിപ്പോൾ വെറുപ്പാണ്. ജീവിതമേ നിന്നോടും. ജീവിതമേ നിന്നെക്കുറിച്ച് നിന്നോട് എൻ്റെ വ്രണിധാതരങ്ങളാൽ മന്ത്രിക്കുവാനുള്ളത് ഒന്നു മാത്രം. നിർവചനങ്ങൾ കൊണ്ട് നിർവചിക്കാനാവാത്തതെന്തോ അതുതന്നെയല്ലേ നീ. ചിതയിൽ എരിഞ്ഞമർന്ന പകലിൻ്റെ ധൂമം നാസാരന്ധ്രങ്ങളിൽ, സിരകളിൽ, ഹൃദയത്തിൽ തികഞ്ഞ അലോസരമായി നിലകൊള്ളവേ കൊഴിഞ്ഞു വീണ ദലങ്ങളിൽ എവിടെയോ ഓർമ്മകൾ വാടാതെ കിടപ്പുണ്ട്. അവ കണ്ടെടുക്കണം. പിന്നെ അതിലോരോന്നും പറഞ്ഞു തരുന്ന കഥകളിൽ ചിലതിൽ നിന്നും സുഖവും മറ്റു ചിലതിൽ നിന്ന് ദുഃഖവും അനുഭവിക്കണം. പിന്നെയും എന്തൊക്കെയോ വേണമെന്നോ തോന്നൽ. മണലിൽ കമിഴ്ന്നു കിടന്ന് മടുത്തിരിക്കുന്നു. വലത്തേക്കോ ഇടത്തേക്കോ ഒന്ന് ചരിഞ്ഞു കിടക്കണം. പക്ഷേ ദിശയറിയാതെങ്ങനെ. തീവ്രമായ പേരിടാനാവാത്ത ഏതോ വികാരം മനസ്സിൻ്റെ ഉള്ളറകളിലെ ഭിത്തികളിൽ ഉറക്കെ ഇടയ്ക്കുന്നു. അവ തകരുമ്പോൾ എനിക്ക് ചുറ്റിലും ഭ്രാന്തമായ ഒരാവേഗം എല്ലാം ഭ്രമണം ചെയ്യുന്നതായി ആദ്യമായി അനുഭവിച്ചറിയുന്നു. നാളെ ഉറക്കമുണരുമ്പോൾ സമുദ്രതീരത്തു നിന്നും മണലാരണ്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടേക്കാം. എങ്കിലും ജീവിതവും ജീവനും ചിന്തകളും ഒരു ചിതയിലെന്നവണ്ണം എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലപ്പോഴും ഒരിക്കൽ ആകാശത്തിലേക്ക് തീ തുപ്പുന്ന അഗ്നിപർവ്വതങ്ങൾ പോലെ ഏതെങ്കിലും ഒരു ദിനം ഞാനെന്ന മേരു പൊട്ടിച്ചിതറിയേക്കാം. അതൊരു പക്ഷേ വെറുമൊരു ഓലപ്പടക്കം പോലെ ഒതുങ്ങിപ്പോയെന്നുമിരിക്കാം. ആരോടുമൊന്നും പറയാതെ നടന്നതുകൊണ്ടാവാം ആരൊക്കെയോ എന്നെ കഴിവുകെട്ടവനെന്ന് വിളിച്ചു. അങ്ങനെ ആയിരിക്കാം. നിങ്ങളെപ്പോലുള്ള ഞാനല്ല ഞാനെന്ന ഞാൻ. ഞാൻ ആരാണെന്നോ ആരായിരുന്നുവെന്നോ ഒരിക്കലും ഞാൻ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാൻ നീ ശ്രമിച്ചില്ല. ആരോ കാതിൽ മന്ത്രിക്കുന്നത് കേട്ടു. അശുദ്ധമഹത എന്നുറക്കെയും കുഞ്ചര എന്ന് പതുക്കെയും പറഞ്ഞ് യുദ്ധം ജയിക്കാൻ ശ്രമിച്ചതുപോലെ. വയറു തുളച്ചപ്പുറം പോയ ഖഡ്ഗത്തിനും ജീവിതത്തോട് പോരടിക്കുന്ന പോരാളിയുടെ വീര്യം ഖണ്ഡിക്കുവാൻ കഴിയില്ലെന്നറിയുക. 1000 പേർ മരിച്ചാലും ഞാൻ ഏകനായി ഉണ്ടാകും. ഞാൻ എന്നോട് തന്നെ പോരടിക്കുന്നുണ്ടാകും. ജയം മണൽപ്പരപ്പിൽ ആരുടെയോ ശിരസായി ഉരുണ്ടുപോകും. ചിലപ്പോൾ അതെൻ്റെയാകാം, അല്ലെങ്കിൽ അറിയില്ല. സ്വയം പോരടിക്കുന്നതിൻ്റെ സുഖം, അതും ജീവിതത്തോട് വല്ലാത്തൊരനുഭൂതി തന്നെ. കന്യകയോടുള്ള കാമം പോലെ. വേദനയാണ് സുഖമുള്ള മധുരമുള്ള സ്നേഹത്തിൻ്റെ നൊമ്പരം പോലെ. തിരമാലകളിൽ കാറ്റ് തട്ടിത്തകരുന്നതിൻ്റെ കോലാഹലം. സമുദ്രവും ഞാനും ഒരേ തൂവൽ പക്ഷികൾ പോലെ ആയിരിക്കുന്നു. സർവവും ഒഴുകിയൊടുവിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒരു നാൾ ഉറങ്ങും. അവ ചിലപ്പോൾ ഓളപ്പെരുക്കത്തിൽ കലങ്ങും. നിറംകെട്ട ദിവാസ്വപ്നമായി അവ മുകളിലേക്കുയരും. കാറും കോളും അടങ്ങുമ്പോൾ അത് പിന്നെയും താഴേക്കമരും. ഓരോ മനുഷ്യൻ്റെയും ജീവിതം കുറിക്കുന്നത് ഇപ്രകാരമായിരിക്കണം. ഒരു ഉറക്കത്തിൻ്റെ അന്ത്യത്തിൽ എന്തൊക്കെ മാറിമറിയാറുണ്ട് ഇവിടെ. ആത്മകഥകൾ എക്കിളുകൾ പോലെ എവിടെയൊക്കെയോ തട്ടിത്തകർന്നുകൊണ്ടിരിക്കുന്നു. ചിലത് വയറിനുള്ളിൽ തന്നെ കുമിളകളായി ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലത് നെഞ്ചുവരെയും. ചിന്തകളുടെ പാരമ്യതയിൽ എഴുന്നേറ്റു നിന്ന നെറുകയിലെ മുടിയിഴകളിൽ വീണ്ടും വിരലൊടിക്കുമ്പോൾ ഞാനെന്ന ഹൃദയശൂന്യൻ്റെ അതിവിശാലമല്ലാത്ത മനസ്സു കല്ലിച്ചു പോയിരിക്കുന്നു. ഒരിറ്റു സ്നേഹം കടം തരണമെന്ന് പറഞ്ഞ അമ്മ ഹൃദയത്തോട് പുലയാട്ടു ചൊല്ലി പിരിഞ്ഞതിൽ പിന്നെ ഹൃദയം അങ്ങനെയാണ്, നന്നേ കല്ലിച്ചു പോയിരിക്കുന്നു. ചുമലിൽ നാറുന്ന ഭാണ്ഡവും പേറി അശാന്തമായ തീരങ്ങളിൽ ഒരുപാടലഞ്ഞു. ഒടുവിലാണീ തീരത്ത്, ആരുമില്ലാത്ത തീരം. രാവ് പകലിന് വഴിമാറുമ്പോൾ എല്ലാവരും ഇവിടെ ഈ മണൽപ്പരപ്പിൽ പിച്ച വയ്ക്കാൻ വരും. പകൽ രാവിന് വഴിമാറുമ്പോൾ വന്നവരെല്ലാം എവിടെയോ മറയും. ജീവിതവും പകലും ഇരവും പോലെയാണ്. പകലിൽ ഏവരും കൂടെയുണ്ടാവും. രാവിൻ്റെ വിശാലമായ കറുത്ത മെത്തയിൽ ഞാൻ മാത്രവും. ചുവന്ന ഗലികളിൽ നിന്ന് വിയർപ്പു തുള്ളികളുടെ നനവും ഉപ്പും നഗ്നമേനികളിലെ ഉഷ്ണവും ആവാഹിച്ച് ഒടുവിൽ ചുടല സന്യാസികളിൽ നിന്ന് ജപവും തപവും ഉൾക്കൊണ്ട് അസ്ഥിരതകളുടെ കൊടുങ്കാട്ടിലകപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ ഒരു പ്രയാണത്തിലായിരുന്നു ഞാനിതുവരെ. ഇപ്പോഴിതാ ഈ തീരത്ത് വിഴുപ്പുകൂനയിൽ
തലവെച്ച് ഗതകാല സ്മരണകളിൽ കണ്ണുനട്ട് മലരുമ്പോൾ നിലാവുദിക്കാത്ത മാനത്ത് എണ്ണമില്ലാത്തൊരായിരം കണ്ണുകളുണ്ടായിരുന്നു കൂട്ടിന്. ചില വഴികളിൽ വല്ലാത്ത തിളക്കം കാണുന്നത് ചിലപ്പോൾ ജീവിത വഴിയിൽ പിരിഞ്ഞുപോയ സ്വജനമാവാം. അല്ലെങ്കിൽ ഇവൻ ഇനിയും മൃത്യുകുടീരം പൂകിയില്ലല്ലോ എന്നോർത്ത് ശാപവാക്കുകൾ ഉരുവിട്ട് നിർനിമേഷരായി നോക്കുന്നവരാകാം. ആരായാലെന്ത്, ഞാൻ ഏകനായിരുന്നു എല്ലായ്പ്പോഴും, മരണത്തിലും. കനൽ വഴികളിൽ പൊലിഞ്ഞുപോയ സ്വപ്നങ്ങളിൽ കണ്ണീരൊഴുക്കാതെ അടുത്ത സ്വപ്നത്തിന് കാത്തിരിക്കണം. ഗാഠമായ ഒരുറക്കത്തിൽ അതുണ്ടാകും. ഇതുവരെ കാണാത്തൊരു സ്വപ്നം. കനവുകൾ പ്രണയം പോലെ സുന്ദരമാണ്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പേരിടാനാവാത്ത എന്തോ ഒന്ന്. ഞാൻ എന്നിലെ കനവുകളുടെ ശിരസറുത്ത് ആദ്യത്തെ കൂട്ടക്കൊല നടത്തിയെങ്കിലും ശിക്ഷിക്കപ്പെട്ടില്ല എന്ന വെറും തോന്നലിലാണ് ഇപ്പോഴുമുള്ളത്. 1000 കനവുകളെ ഇനിയും എനിക്ക് കാലപുരിക്കയക്കണം. മടുത്തു തുടങ്ങിയ ജീവിതം ഇവിടെ വലിച്ചെറിയണം. അതിനാവാം അറിയാതെയെങ്കിലും ഈ തീരമണഞ്ഞത്. എല്ലാം അലിയിക്കുന്ന സമുദ്രജലം, അതിൽ മുങ്ങി നിവർന്ന് പാപനാശം വരുത്തണം. വിഴുപ്പുകെട്ടുകൾ വലിച്ചെറിയണം. എന്നിട്ട് ഈ ഭൂമിയുടെ മാറിൽ വീണുറങ്ങണം. കന്യകയുടെ മൃദുല മാറിൽ വീണ കാമുക ഹൃദയം പോലെ മണ്ണിലെ ചൂടു നുകരണം. ആശ്ലേഷത്തിൻ്റെ നിർവൃതിയിൽ ഉറങ്ങിപ്പോകണം. ഉണരാത്തൊരു ഉറക്കത്തിലേക്ക് അതുവരെ ഇവിടെങ്ങനെ അസ്വസ്ഥമായ തിരമാലകൾ പോലെ അലയടിക്കണം. ജീവനും ജീവിതവും മനുഷ്യബന്ധങ്ങളും അതിനുള്ളിലെ ഞാനും നീയും. വിരോധാഭാസത്തിൻ്റെ മുൾമുനകളും തകർക്കപ്പെടണം. എല്ലാവരും ഏകരായിരുന്നുവെന്ന് എനിക്ക് തെളിയിക്കണം. ജീവിതം പുഴുക്കുത്തേറ്റ പൂങ്കുല പോലെ പൂജകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഏകാകിയുടെ ലോകവുമുണ്ടെന്ന് എനിക്ക് തെളിയിക്കണം. ജീവിതമേ, ഞാനെന്ന സ്വത്വം എൻ്റെ വൈജാത്യങ്ങളിൽ അലയടിച്ചു കെട്ടടങ്ങിയ കൊടുങ്കാറ്റുപോലെ ഇവിടെ ഇങ്ങനെ വഴിത്താരകളിൽ ഭ്രാന്തനെ പോലെ ആട്ടിയോടിച്ചവർക്ക് മുൻപിൽ ഒന്നും പറയുവാനില്ലാതെ പ്രതികാരത്തിൻ്റെ തീജ്വാലകൾ അരണി കടഞ്ഞ് പുറത്തെടുക്കാതെ ഒരേകാകി ഇവിടെ ഈ തീരത്ത് ഇങ്ങനെ. ശ്രീ അനീഷ് NS എഴുതി അവതരിപ്പിച്ച ചെറുകഥകളാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. തുടർന്ന് ശ്രീ KS മധു എഴുതി അവതരിപ്പിക്കുന്ന ഏതാനും കവിതകൾ കേൾക്കാം. ആദ്യ കവിത നഷ്ടബാല്യം. പാഥേയമില്ലാതെ പള്ളിക്കൂടത്തിൽ അരവയറോടെ പോയ നാളുകൾ, മുടുപിഞ്ഞിയ ട്രൗസറും ധരിച്ചന്ന് കാലാടും ബെഞ്ചിൽ ഉപവിഷ്ടനായതും, കൂട്ടുകാർ മിഠായി വാങ്ങി നുണയുമ്പോൾ കൊതിയോടെ ഒളികണ്ണാൽ നോക്കിയതും, പുറം ചട്ടയില്ലാത്ത പുസ്തകത്താളുകൾ പരിഹാസത്തോടെന്നെ തോൽപ്പിച്ചതും, ഓർക്കുന്നു ഞാനെൻ്റെ പൂർവവിദ്യാലയ സുഹൃതമേ നിന്നെ എൻ കൃത്തിലെന്നും, ഓർക്കുന്നു ഞാനെൻ്റെ പൂർവവിദ്യാലയ സുഹൃതമേ നിന്നെ എൻ കൃത്തിലെന്നും. പാടവരമ്പും കൈത്തോടും താണ്ടി പൊട്ടുചാമ്പയ്ക്ക തിന്നു വിശപ്പാറ്റി, തോട്ടുവെള്ളം മോന്തി മേലുകാഞ്ഞ് ഏറെ ദിനങ്ങൾ ശയ്യയിലായതും, വീട്ടിലെ ദാരിദ്ര്യ സമ്പാദ്യപ്പെട്ടിയിൽ നിന്നും നാണയം മോഷ്ടിച്ചു മിഠായി വാങ്ങി ചങ്ങാതിമാർക്കൊപ്പം പങ്കിട്ടെടുത്തതും, ചൂരൽ പതക്കങ്ങളേറ്റൻ തുടകൾ തിണർത്തതും, ഹൃദയത്തിലോർക്കുന്നു ഞാനെൻ്റെ അക്ഷരപുണ്യമേ മറക്കില്ലൊരിക്കലും. ക്ലാസ്സിൽ മിടുക്കനായി ഒന്നാമതെത്തി കൊല്ലപ്പരീക്ഷയിൽ മാർക്കു കുറഞ്ഞതും, പാതുകമിട്ടു നടക്കാൻ കൊതിച്ചന്നു പാളച്ചെരിപ്പു മെനഞ്ഞു ധരിച്ചതും, വള്ളികൾ പൊട്ടിയ ട്രൗസറിൻ മൂട്ടിലെ മുട്ടൻ ദ്വാരങ്ങൾ പുസ്തകം കൊണ്ടു മറച്ചതും, കൂട്ടുകാർ തമ്മിൽ പിണങ്ങിക്കരഞ്ഞതും, ആദ്യമായി തോന്നിയ രാഗം മയിൽപ്പീലിയായി പുസ്തകത്താളിൽ ഒളിപ്പിച്ചു വെച്ചതും, പീലി ഒളിപ്പിച്ച താളു തുറക്കാതെ മാസങ്ങൾ കാത്തതും, പിന്നെ തുറന്നു നിരാശനായി പൊട്ടിക്കരഞ്ഞതും, സ്നേഹവിദ്യാലയ സ്മരണകളെ നിങ്ങൾ നീർനിറയ്ക്കുന്നു മിഴികളിൽ. 1-ാം ക്ലാസ്സിലെ പഴയ ബെഞ്ചിൽ ഞാൻ ഒട്ടൊന്നിരിക്കട്ടെ, കുട്ടിയായി മാറട്ടെ. അമൃതമാണീ സ്മരണ, ജരാനരകളകന്നുപോം മധുരമാം ബാല്യവും യൗവനവും. സത്വരമോടിത്തിരിച്ചെത്തുമാർക്കും
മറക്കൊല്ല നമ്മുടെ ബാല്യം കൊഴിച്ചിട്ട പഴയ വിദ്യാലയ സ്വർണഭാണ്ഡത്തെ നാം. ഇനി ഭയം. ഞാനും നീയും അതിരുകളില്ലാത്ത സൗഹൃദ സമുദ്രത്തിൻ്റെ അഗാധതയിലെ മുത്തുകളാണ്. പക്ഷേ എൻ്റെ പെൺമക്കൾ നിന്റെ ആൺമക്കളാൽ നശിപ്പിക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കേണ്ടതാണെന്ന് ആധുനിക സമൂഹം എന്നെ പഠിപ്പിക്കുന്നു. ദേവാലയത്തിലെ പരിശീലനം, പള്ളിക്കൂടത്തിലെ രക്ഷാകർതൃയോഗങ്ങൾ, കുടുംബക്കൂട്ടായ്മയിലെ പ്രസംഗം, വർത്തമാനപത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ എല്ലാം പഠിപ്പിക്കുന്നത് ഒന്നുതന്നെ. എൻ്റെ മകളെ, അവളുടെ ആലിംഗനത്തെ, ചുംബനത്തെ ഞാൻ ഭയപ്പെടുന്നു. കൂർത്ത നോട്ടങ്ങൾ ചികഞ്ഞെടുക്കുന്ന അർത്ഥതലങ്ങൾക്ക് നാം നമ്മെ വിലയായി നൽകേണ്ടി വരാം. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു. ബന്ധങ്ങളെല്ലാം മതിലുകൾ വേർപെടുത്തിയ അതിരുകൾക്കുള്ളിലാണ്. തുടർന്ന് കവിതയും ദുഃഖവും. പൂവേ നിന്നെ അറിയുന്നു ഞാൻ, നിൻ ചുണ്ടിൽ വിരിയുന്ന കവിതയുടെ ശീലുകളിലെന്നും വരങ്ങളുടെ ഈണം കേൾക്കുന്നു ഞാൻ. പൂവേ നിന്നെ അറിയുന്നു ഞാൻ, മധുനുകർന്നിടുവാൻ നിന്മാറിലമരുന്ന കരിവണ്ടു ഞാൻ, നിന്റെ ഹൃദയതാളത്തിനു ശ്രുതിമീട്ടിടാം. പൂവേ നിന്നെ അറിയുന്നു ഞാൻ, നിന്നിൽ നിന്നൊട്ടും പറന്നകന്നിടുവാനാവില്ലെനിക്കിനി നിൻ സ്മരണ മാത്രം ബാക്കി. പൂവേ നിന്നെ അറിയുന്നു ഞാൻ, നിൻ ചുണ്ടിൽ വിരിയുന്ന കവിതയുടെ ശീലുകളിലെന്നും വരങ്ങളുടെ ഈണം കേൾക്കുന്നു ഞാൻ. പൂവേ നിന്നെ അറിയുന്നു ഞാൻ. ശ്രീ KS മധു എഴുതി അവതരിപ്പിച്ച കവിതകളോടെ ഇന്നത്തെ സാഹിത്യവേളയ്ക്ക് വിരാമമാവുകയാണ്. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.